കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പോരാട്ടത്തെ ഓർമ്മിപ്പിച്ച് ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും പാർവതി തിരുവോത്തും. ഇതിനെല്ലാത്തിനും തുടക്കം കുറിച്ചത് ഒരു സ്ത്രീയുടെ പോരാടാനുള്ള ധൈര്യമാണെന്നത് നമ്മൾ ആരും മറക്കരുത് എന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ പറയുന്നത്. അലി അക്ബർ ഷാ നൽകും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ. അലി, കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ടതിനു ശേഷമാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ ഇത്തരത്തിലുള്ള ക്രിമിനൽ നടപടികളെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതും ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതും സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ തന്നെ സമൂഹം തയ്യാറാകുന്നതും. അതിലേറ്റവും പ്രധാനം ഈ നടി പരാതി നൽകാൻ തയ്യാറായി. ഇപ്പോഴും നിയമ പോരാട്ടത്തിന്റെ വഴിയിൽ തന്നെയാണ് അവരുള്ളത്. പല ഘട്ടങ്ങളിലായി അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടും എവിടെയും വീണു പോകാതെ തളരാതെ അവർ ഇപ്പോഴും ആ പോരാട്ടത്തിൽ നിൽക്കുകയാണ്. അത് ഓർമ്മിപ്പിക്കുകയാണ് ഗീതു മോഹൻദാസും മഞ്ജു വാര്യരും പാർവതി തിരുവോത്തും രമ്യ നമ്പീശനും ഒക്കെ ഉൾപ്പെടെയുള്ളവർ. ആ പോരാട്ടത്തിന് നമ്മളും ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. മറ്റുള്ളവരുടെ പ്രതികരണം എന്താണ്? ഇപ്പോൾ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇവരെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. വിനീത, തീർച്ചയായും മലയാള സിനിമയിലെ പുഴുക്കുത്തുകളെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള വെളിപ്പെടുത്തലുകളാണ് ഈ സമീപ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഇതിലേക്കൊക്കെ നയിച്ചത് സത്യത്തിൽ ഈ ആക്രമിക്കപ്പെട്ട നടിയുടെ നിയമ പോരാട്ടം, അല്ലെങ്കിൽ അവർ സധൈര്യം ഈ പോരാട്ടത്തിനായി ഇറങ്ങിയത് തന്നെയാണെന്ന് പറയേണ്ടി വരും. ആ പോരാട്ടത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ സിനിമാ മേഖലയിൽ അവരുടെ സഹപ്രവർത്തകരായ നിരവധി ആളുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മറക്കാൻ പാടില്ല, ഇതിൻ്റെ എല്ലാം തുടക്കം ഒരു യുവതിയുടെ പോരാട്ടത്തിൻ്റെ ധൈര്യത്തിൻ്റെ തുടക്കമായിരുന്നു. അവിടെ നിന്നാണ് ഇതെല്ലാം ഇവിടെ വരെ എത്തിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒരു പോസ്റ്റ്, ഒരു കോട്ട് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പങ്കുവച്ചിരിക്കുന്നവരിൽ പ്രധാനമായും WCCയുടെ അംഗങ്ങൾ, അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പം വന്ന് നിന്ന അവരുടെ സഹപ്രവർത്തകർ തന്നെയാണ്. രമ്യ നമ്പീശനും പാർവതി തിരുവോത്തും അതുപോലെ തന്നെ മഞ്ജു വാര്യരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യുകയുണ്ടായി. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവർ കാണിച്ച ആ ധൈര്യത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിരവധി പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2017 തൊട്ട് ഇങ്ങോട്ടുള്ള അവരുടെ നിയമ പോരാട്ടം, അതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അവർ പരാതി കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് വിനീത പറഞ്ഞതുപോലെ. അതിനുശേഷം പല ഘട്ടങ്ങൾ വന്നപ്പോൾ, അതായത് പല നിലയിൽ ഈ പരാതിയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ, അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം അവർ സധൈര്യം അതിനെ എതിർത്തുകൊണ്ട് നിയമ പോരാട്ടം തുടരുകയായിരുന്നു. കോടതിയിൽ നിന്നും ഉൾപ്പെടെ ഈ മെമ്മറി കാർഡ് വിഷയം ഉൾപ്പെടെ ഉണ്ടായപ്പോൾ റിപ്പോർട്ടർ ആ വിഷയം കൃത്യമായി കൈകാര്യം ചെയ്തതാണ്. അപ്പോൾ ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുത്ത് തനിക്ക് നീതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ ഉറച്ചു മുന്നിട്ട് നിൽക്കുകയായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ആ വ്യക്തിയുടെ, ആ നടിയുടെ ആ ധൈര്യം തന്നെയാണ് അതിന് പിന്നീട് ഇങ്ങോട്ട് മലയാള സിനിമയിലെ നിരവധിയായ അതിക്രമങ്ങളെ പറ്റിയുള്ള തുറന്നു പറച്ചിലുകൾക്ക് നിരവധി ആളുകൾക്ക് ഊർജ്ജം പകർന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലേക്ക് എത്തി. അതിനു മുൻപ് WCC എന്ന് പറയുന്ന ഒരു രൂപീകരണത്തിലേക്ക്, WCCയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചതും ഉൾപ്പെടെ നിരവധിയായ പോരാട്ടങ്ങൾക്ക്, സ്ത്രീ മുന്നേറ്റങ്ങൾക്ക് കാരണമായത്, വേരായത് സത്യത്തിൽ ആ നടിയുടെ ധൈര്യം തന്നെയാണ്. ആ പോരാട്ടത്തെ, ആ ധൈര്യത്തെ ഓർത്തുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ നടിയുടെ സഹപ്രവർത്തകരും അതുപോലെ തന്നെ നിരവധിയായ ആളുകളും ഈ പോസ്റ്റ് ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. വിനീത, അവൾക്കൊപ്പം തന്നെയാണ് ഈ സമൂഹം. അവൾക്ക് നീതി കിട്ടും വരെ അവൾക്കൊപ്പം തന്നെയാണ്. അവരുടെ പോരാട്ടത്തെ നമ്മൾ ഏറ്റവും ധീരമായ പോരാട്ടം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. അതുതന്നെയാണ് ഇന്നിപ്പോൾ മഞ്ജു വാര്യരും പാർവതി തിരുവോത്തും രമ്യ നമ്പീശനും ഗീതു മോഹൻദാസും ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റുകളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നതും. അതിന് ഐക്യപ്പെടുക തന്നെയാണ് നമ്മുടെ സമൂഹം.